പ്രിയരെ നമസ്കാരം. വാമനപുരാണത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യ ഭാഗത്തിൽ 3 അധ്യായങ്ങൾ വിഭാവനം ചെയ്തു. തുടർന്ന് 4-ാം അധ്യായത്തോടെ തുടങ്ങാം. രണ്ടാം ഭാഗത്തിൽ നരനാരായണന്മാരുടെ കഥയും മഹിഷാസുരനെക്കുറിച്ചും കുരുരാജാവിനെക്കുറിച്ചും കുരുക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. വാമനപുരാണത്തിൻ്റെ 4-ാം അധ്യായത്തിൽ 4 ഭാഗങ്ങളുണ്ട്. അതിലെ ആദ്യ ഭാഗത്തിൽ നരനാരായണന്മാരുടെ കഥകളാണ്. പുലസ്ത്യമുനി നാരദനോട് വിവരിക്കുന്നതാണ് ഈ മഹാപുരാണം. പുലസ്ത്യ മഹർഷി പറഞ്ഞു, ദിവ്യ ശരീരമുള്ളവനും ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് അവതരിക്കപ്പെട്ടവനുമായ ധർമ്മൻ ദക്ഷന്റെ മകളായ മൂർത്തിയെ വിവാഹം കഴിച്ചു. അവർക്ക് ഹരി, കൃഷ്ണൻ, നരൻ, നാരായണൻ എന്നീ 4 പുത്രന്മാർ ജനിച്ചു. ഹരിയും കൃഷ്ണനും യോഗാഭ്യാസത്തിൽ ഏർപ്പെട്ടപ്പോൾ നരനും നാരായണനും ഹിമാലയ പർവ്വതത്തിലേക്ക് പോയിക്കൊണ്ട് മനുഷ്യക്ഷേമത്തിനായി തപസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ കഠിനമായ തപസ്സിൽ ഇന്ദ്രൻ ഉത്കണ്ഠാകുലനാകുന്നു. അദ്ദേഹത്തിൻ്റെ അധികാരവും ശക്തിയും നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടു. അവരുടെ തപസ്സിന് ഭംഗം വരുത്തുവാൻ ഇന്ദ്രൻ സുന്ദരികളായ അപ്സരസുകളെ അയക്കുന്നു. കാമദേവന്റെയും വസന്തമെന്ന ഋതുവിൻ്റെയും അകമ്പടിയോടെ അവർ ആ സ്ഥലത്തേക്ക് പോയി. വാമനപുരാണത്തിൻ്റെ 4-ാം അധ്യായത്തിലെ 2-ാം ഭാഗത്തിൽ പ്രഹ്ലാദൻ നരനാരായണന്മാരെ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അവർ ആഗതരാകുന്നത് കണ്ട നാരായണൻ എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറി. അവരുടെ ആഗമനോദ്ദേശം അറിയാമായിരുന്നതിനാൽ അദ്ദേഹം അവർക്കൊരു ആകസ്മികത്വം നൽകുവാൻ തീരുമാനിച്ചു. ഒരു പുഷ്പം ഉപയോഗിച്ച് സ്വന്തം തുടയിൽ നിന്നും ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപമുണ്ടാക്കി. അടുത്ത നിമിഷം ആ രൂപം ജീവനുള്ള ഒരു സ്ത്രീയായി രൂപാന്തരപ്പെട്ടു. അത് അതിഥികളെ അത്ഭുതപ്പെടുത്തി. കാമദേവന് ആ സുന്ദരി സ്വന്തം ഭാര്യ രതിയെപ്പോലെ തോന്നി. അവളുടെ സൗന്ദര്യത്തിൽ അദ്ദേഹം അത്രയധികം ആകൃഷ്ടനായി. അതിനാൽ തന്നെ സന്ദർശനത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം മറന്നുപോയി. വസന്തത്തിൻ്റെയും ആഗതരായ എല്ലാ അപ്സരസുകളുടെയും അവസ്ഥയും വിഭിന്നമായിരുന്നില്ല. വിജയാഗ്രഹത്തോടെ വന്ന എല്ലാവരും യഥാർത്ഥത്തിൽ ഇരകളായി മാറിയിരുന്നു. അവരെയെല്ലാം അത്ഭുതത്തോടെയും ജിജ്ഞാസയോടെയും കണ്ട നാരായണൻ തൻ്റെ തുടയിൽ നിന്നാണ് ഈ സ്ത്രീയെ സൃഷ്ടിച്ചതെന്ന് അവരോട് പറഞ്ഞു. തുടയ്ക്ക് ഉരുവെന്നും അർത്ഥമുള്ളതിനാൽ അവൾ ഉർവശി എന്നറിയപ്പെട്ടു. അവളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ അദ്ദേഹം അവരോട് നിർദ്ദേശിക്കുന്നു. കാമദേവനും വസന്തവും നാരായണന്റെ ശക്തിയിൽ ആകൃഷ്ടരായി ഭയന്നുപോയി. ഉർവശിയെയും കൂട്ടി അവർ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. സംഭവിച്ചത് മുഴുവൻ ഇന്ദ്രനോട് പറഞ്ഞു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നാരായണന്റെ അത്ഭുതകരമായ പ്രവർത്തികൾ എല്ലാ ദിക്കുകളിലും വിവിധ ലോകങ്ങളിലും വ്യാപിച്ചു. ഒരിക്കൽ അസുര രാജാവായ ഹിരണ്യകശിപുവിൻ്റെ മകനായ പ്രഹ്ലാദൻ ലോകത്തിലെ ഏറ്റവും ആദരണീയവും പവിത്രവുമായ തീർത്ഥാടന സ്ഥലത്തെക്കുറിച്ച് ചവന മഹർഷിയോട് ചോദിച്ചു. ഭൂമിയിലെ ഏറ്റവും പവിത്രമായ തീർത്ഥാടന സ്ഥലമായ നൈമിഷാരണ്യത്തെക്കുറിച്ച് ചവനമുനി അദ്ദേഹത്തോട് വിശദീകരിക്കുന്നു. മറ്റ് നിരവധി അസുരന്മാരോടൊപ്പം പ്രഹ്ലാദൻ നൈമിഷാരണ്യം സന്ദർശിച്ചു. അവിടെ എത്തിയ ശേഷം അവരെല്ലാം ഒരു നദിയിൽ കുളിച്ചു. നഗരത്തിൽ ചുറ്റി നടക്കുമ്പോൾ നിരവധി അമ്പുകൾ കുത്തിയ ഒരു മരത്തിൻ്റെ തടി പ്രഹ്ലാദൻ കണ്ടു. മരത്തിന് വളരെ അകലെയല്ലാതെ തപസ് ചെയ്യുന്ന 2 സന്യാസിമാരും കാഴ്ചയിലുടക്കി. 2 ദിവ്യ വില്ലുകളും ഒരു ജോഡി ആവനാഴിയും അവരുടെ സമീപത്ത് കിടക്കുന്നു. സന്യാസിമാർ എന്തിനാണ് ആയുധങ്ങൾ അനാവശ്യമായി കൊണ്ടു നടക്കുന്നതെന്ന് പ്രഹ്ലാദൻ അത്ഭുതപ്പെട്ടു. തൻ്റെ സംശയം സന്യാസിമാരോട് പ്രഹ്ലാദൻ ഉന്നയിച്ചു. സ്വന്തം കഴിവുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ബഹുമാനം ലഭിക്കുമെന്ന് 2 സന്യാസിമാരും മറുപടി നൽകി. അവരുടെ മറുപടിയിൽ പ്രഹ്ലാദൻ ക്ഷുഭിതനായി. അവരുടെ കഴിവുകൾ എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു. വാസ്തവത്തിൽ ആ സന്യാസിമാർ മറ്റാരുമല്ല, നരനാരായണന്മാരാണ്. ഞങ്ങൾ അജയരാണെന്നും യുദ്ധത്തിൽ ആർക്കും തങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ലെന്നും ഇരുവരും പ്രഹ്ലാദനോട് പറഞ്ഞു. അതോടെ പ്രഹ്ലാദന്റെ കോപം എല്ലാ പരിധികളും ലംഘിച്ചു. തുടർന്ന് പ്രഹ്ലാദനും നരനാരായണന്മാരും തമ്മിൽ ഒരു ഘോരയുദ്ധം നടന്നു. പ്രിയരെ, വാമനപുരാണം 4-ാം അധ്യായത്തിൻ്റെ 3-ാം ഭാഗത്തിൽ നരനാരായണന്മാരാൽ പ്രഹ്ലാദൻ അനുഗ്രഹീതനാവുന്ന കഥ വിശദീകരിക്കുന്നു. പ്രഹ്ലാദനും നരനാരായണന്മാരും തമ്മിൽ എല്ലാത്തരം മാരകായുധങ്ങളും പരസ്പരം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഘോരയുദ്ധം നടന്നു. ആ പോര് 1000 ദിവ്യവർഷം നീണ്ടുനിന്നു. ഒടുവിലാ യുദ്ധത്തിൽ പ്രഹ്ലാദൻ പരാജയപ്പെട്ടു. അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് പോയി നരനാരായണന്മാർ അജയരായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഭഗവാൻ വിഷ്ണുവിനോട് ചോദിച്ചു. നാരായണൻ എൻ്റെ അവതാരമാണെന്ന് ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തോട് വെളിപ്പെടുത്തി. ശക്തി കൊണ്ടല്ല, ഭക്തി കൊണ്ട് മാത്രമേ നാരായണനെ ജയിക്കാൻ കഴിയൂ എന്നും അദ്ദേഹം അവനെ ഓർമ്മിപ്പിച്ചു. പ്രഹ്ലാദൻ തൻ്റെ സിംഹാസനം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും അന്തകനെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി നിയമിക്കുകയും ചെയ്തു. ശേഷം അദ്ദേഹം ബദ്രികാശ്രമത്തിലേക്ക് പോയി നാരായണനെ ആദരപൂർവ്വം വന്ദിച്ചു. പെരുമാറ്റത്തിലെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് നാരായണൻ അത്ഭുതപ്പെട്ടു. എന്താണ് കാര്യമെന്ന് പ്രഹ്ലാദനോട് ചോദിച്ചു. ആർക്കാണ് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുക? നിങ്ങൾ ഋഷികേശൻ, ചക്രപാണി, ഹയഗ്രീവൻ എന്നീ അവതാരങ്ങൾ എടുത്ത ആളല്ലാതെ മറ്റാരുമല്ല.
പ്രഹ്ലാദന്റെ ഭക്തിയിൽ നാരായണൻ സന്തുഷ്ടനായി. യുദ്ധത്തിൽ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഭക്തിയിനാൽ അങ്ങയെ ഞാൻ വിജയിച്ചുവെന്ന് അദ്ദേഹം നാരായണനോട് സംതൃപ്തനായിക്കൊണ്ട് പറഞ്ഞു. നാരായണൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ശേഷം പ്രഹ്ലാദൻ സ്വന്തം തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങി. തന്നെ വീണ്ടും രാജാവാക്കണമെന്ന ആഗ്രഹം അന്തകനോട് പ്രകടിപ്പിച്ചു. എന്നാൽ അന്തകൻ ആ ആഗ്രഹം നിരാകരിക്കുന്നു. അതിനെ തുടർന്ന് പ്രഹ്ലാദൻ ജീവിതകാലം മുഴുവൻ മതപരതയുടെയും സത്യസന്ധതയുടെയും ഗുണങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. പ്രിയരെ, വാമന പുരാണത്തിൻ്റെ 5-ാം അധ്യായത്തിൽ ദേവതകളിൽ നിന്നുള്ള സസ്യജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചെറിയൊരു ഭാഗം മാത്രമേയുള്ളൂ. പുലസ്ത്യൻ പറഞ്ഞു, അശ്വിന, അതായത് വൃശ്ചിക മാസത്തിൽ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് താമരപ്പൂ പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ തന്നെ വിവിധ ദേവന്മാരുടെ വിവിധ അവയവങ്ങളിൽ നിന്ന് മറ്റു സസ്യങ്ങളും പ്രത്യക്ഷപ്പെട്ടു. കാമദേവന്റെ കൈപ്പത്തിയിൽ നിന്ന് കദംബ വൃക്ഷവും, ശിവന്റെ ഹൃദയത്തിൽ നിന്ന് ധാതുര അതായത് ഉമ്മം വൃക്ഷവും, ബ്രഹ്മാവിന്റെ ശരീരത്തിന്റെ മധ്യഭാഗത്തു നിന്ന് ഖൈര അതായത് കരിങ്ങാലി വൃക്ഷവും, വിശ്വകർമാവിന്റെ ശരീരത്തിൽ നിന്ന് കടയ്യ അതായത് മുൾ ചുണ്ടങ്ങ വൃക്ഷവും ഉത്ഭവിച്ചു. പാർവതിയുടെ കൈപ്പത്തിയിൽ നിന്ന് കുണ്ടലതയും, സിന്ദൂരമരം ഗണപതിയുടെ ഉദരത്തിൽ നിന്നും, യമരാജന്റെ ഇടതും വലതും കക്ഷങ്ങളിൽ നിന്ന് പ്ലാശ അഥവാ ചമത എന്നും അറിയപ്പെടുന്ന വൃക്ഷവും, അത്തി അഥവാ ഗുലാഷ് വൃക്ഷവും ഉത്ഭവിച്ചു. അതുപോലെ ശേഷനാഗത്തിന്റെ ശരീരത്തിൽ നിന്ന് സർപ്പത പുല്ലും, വാസുകി നാഗത്തിന്റെ വാലിന്റെ പിൻഭാഗത്തു നിന്നും കറുപ്പും വെളുപ്പും നിറമുള്ള ദുർവ പുല്ലും, ഒരു ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് ഹരിചന്ദന വൃക്ഷവും പ്രത്യക്ഷപ്പെട്ടു. പ്രിയരെ, വാമന പുരാണത്തിന്റെ 6-ാം അധ്യായം മഹിഷാസുരനെ കുറിച്ചുള്ളതാണ്. ഈ അധ്യായത്തിൽ 4 വിഭാഗങ്ങളുണ്ട്. അതിലെ ആദ്യ ഭാഗത്തിൽ മഹിഷാസുരന്റെ ക്രൂരതകളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. പുരാതന കാലത്ത് ആളുകളെ നിരന്തരം പീഡിപ്പിച്ചിരുന്ന രംഭൻ, കരമ്പൻ എന്നീ 2 അസുരന്മാർ ജീവിച്ചിരുന്നു. ഇരുവരും പുത്രന്മാരില്ലാത്തതിനാൽ പുത്രന്മാരുണ്ടാകണമെന്ന ആഗ്രഹത്തോടെ പഞ്ചമത് നദിയിൽ ശരീരം മുക്കി കഠിനമായ തപസ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. അതിൽ ഭയന്ന ഇന്ദ്രൻ ഒരു മുതലയുടെ രൂപം പൂണ്ട് നദിയിൽ തപസ് ചെയ്തിരുന്ന കരമ്പനെ കൊന്നു. സഹോദരന്റെ മരണത്തിൽ രംഭൻ വളരെയധികം നിരാശനായി. അതിനാൽ തന്നെ സ്വന്തം തല വെട്ടിയെടുത്ത് യാഗത്തിൽ അർപ്പിച്ച് ജീവൻ ത്യജിക്കാൻ തീരുമാനിച്ചു. ചിന്തകളെ യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങവേ അഗ്നിദേവൻ അവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് തൽപ്രവൃത്തിയിൽ നിന്നും തടഞ്ഞു. സ്വയം നിഗ്രഹിക്കുന്നത് വലിയ പാപമാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവൻ ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ ഏത് ആഗ്രഹവും നിറവേറ്റുവാൻ ഞാൻ ഒരുക്കമാണ്. അഗ്നിദേവൻ വാക്കുകൊടുത്തു. അതിൽ രംഭൻ സന്തുഷ്ടനായി. ശക്തനും ഊർജ്ജസ്വലനുമായ ഒരു പുത്രനെ അനുഗ്രഹിക്കാൻ അഗ്നിയോട് അവൻ അപേക്ഷിച്ചു. അഗ്നി അവനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ത്രീയിൽ നിന്ന് ഒരു പുത്രൻ ജനിക്കും. പക്ഷേ വിധി അവനു വേണ്ടി മറ്റൊന്നായിരുന്നു കരുതി വച്ചിരുന്നത്. ഒരിക്കൽ രംഭൻ യക്ഷരാജാവായ മാൽവത്തിനെ കാണാൻ പോയി. മാൽവത്തിന്റെ സമൃദ്ധിയും പരിധിയില്ലാത്ത സമ്പത്തും അദ്ദേഹത്തെ ആകർഷിച്ചു. ആട്, പോത്ത്, കാള, ആന, കുതിര, പശു തുടങ്ങിയ നിരവധി മൃഗസമ്പത്ത് മാൽവത്തിന്റെ കൈവശമുണ്ടായിരുന്നു. കാലിത്തൊഴുത്തിൽ സുന്ദരിയായ ഒരു എരുമയെ രംഭൻ കണ്ടു. അവളുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ വേണ്ടി അയാൾ അവളുടെ ശരീരത്തിൽ തഴുകുവാൻ തുടങ്ങി. എരുമ ഉണർന്ന് രംഭനെ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ നിർബന്ധിച്ചു. അത് എരുമയുടെ ഗർഭധാരണത്തിലേക്ക് നയിക്കുന്നു. രംഭൻ എരുമയുമായി പാതാള ലോകത്തിലേക്ക് മടങ്ങി. എന്നാൽ ഈ അസാധാരണവും നിഷ്ഠൂരവുമായ സംഭവത്തെക്കുറിച്ച് അസുരന്മാർ അറിയുകയും അതിന്റെ ഫലമായി രംഭനെ അസുരന്മാരുടെ ഗോത്രത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇരുവരും യക്ഷരാജാവായ മാൽവത്തിന്റെ കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങാൻ തീരുമാനിച്ചു. കാലക്രമേണ എരുമ മനോഹരമായ ഒരു കന്നുകുട്ടിക്ക് ജന്മം നൽകി. അതിന് അതിന്റെ ഇഷ്ടമനുസരിച്ച് അതിന്റെ രൂപം മാറ്റാൻ കഴിയും. ഒരിക്കൽ ഈ എരുമയെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ ഒരു പോത്ത് അവളുടെ പതിവ്രതത്തിന് ഭംഗം വരുത്താൻ ശ്രമിച്ചു. അവളുടെ സുരക്ഷയ്ക്കായി എരുമ രംഭന്റെ അടുത്തേക്കോടി. രംഭൻ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് പോത്തിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. പ്രതികാരമായി കാള രംഭന്റെ നെഞ്ചിൽ കൊമ്പുകൊണ്ട് ഇടിച്ചു. ആ പ്രഹരം അവന്റെ മരണത്തിന് കാരണമായി. രംഭന്റെ മരണം എരുമയെ ദുഃഖത്തിലാഴ്ത്തി. തന്റെ ജീവൻ രക്ഷിച്ച യക്ഷന്മാരെ അഭയം തേടുകയല്ലാതെ അവൾക്ക് മറ്റു മാർഗമില്ലാതെയായി. അതിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ പോത്ത് ഒരു ദിവ്യ തടാകത്തിൽ വീണ് മരിച്ചു. അതിശയകരമെന്ന് പറയട്ടെ, അതിന്റെ ശരീരം ഒരു രാക്ഷസനായി രൂപാന്തരപ്പെട്ടു. യക്ഷന്മാർ രംഭന്റെ മൃതദേഹം ദഹിപ്പിക്കാൻ തീരുമാനിച്ചു. എരുമ കത്തുന്ന ചിതയിലേക്ക് ചാടി മരണത്തെ അടയുവാൻ തയ്യാറായി. എന്നാൽ ചിത കത്തിച്ചയുടൻ അതിൽ നിന്നും വാളുമായി ഒരു ക്രൂരനായ അസുരൻ പുറത്തു വന്നു. അത് എല്ലാ യക്ഷന്മാരെയും ഓടിച്ചു കളഞ്ഞു. എരുമയെ നിഗ്രഹിച്ചെങ്കിലും അതിന്റെ കിടാവിനെ വെറുതെ വിട്ടു. ഈ ക്രൂരനായ അസുരൻ പിന്നീട് രക്തബീജൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്ദ്രൻ, രുദ്രൻ, സൂര്യൻ, മരുതന്മാർ എന്നിവരുൾപ്പെടെ എല്ലാ ദേവന്മാരെയും അവൻ പരാജയപ്പെടുത്തി. എന്നാൽ മഹിഷാസുരൻ എന്ന പേരിൽ പ്രശസ്തനായ കന്നുകുട്ടി രക്തബീജനേക്കാൾ ശക്തനായിരുന്നു.
അതുവരേക്കും പരാജിതരായി ഒളിവിൽ കഴിഞ്ഞിരുന്ന സർവ്വ അസുരന്മാരും അവനെ തങ്ങളുടെ നേതാവായി സ്വീകരിച്ചു. അവൻ അവരുടെ രാജാവായി കിരീടധാരണം ചെയ്യപ്പെട്ടു. മഹിഷാസുരൻ എല്ലാ ദേവന്മാരെയും പരാജയപ്പെടുത്തി അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. പരാജിതരായ ദേവന്മാർ ബ്രഹ്മാവിനോടൊപ്പം വിഷ്ണുവിൻ്റെ അടുക്കിലേക്ക് പോയി അവരുടെ ദുഃഖങ്ങൾ അറിയിച്ചു. ശിവനും തദവസരത്തിൽ സന്നിഹിതനായിരുന്നു. മഹിഷാസുരന്റെ ക്രൂരതകൾ കേട്ട് ഇരുവരും ക്ഷുഭിതരായി. കോപാകുലരായ എല്ലാ ദേവതകളുടെയും വായിൽ നിന്ന് ഒരു ദിവ്യപ്രകാശം ഉയർന്നു. ഈ തേജസ്സുകൾ ഒരു സ്ഥലത്ത് ശേഖരിക്കപ്പെടുകയും അതിൻ്റെ ഫലമായി കാർത്യായനി ദേവി അവതരിക്കുകയും ചെയ്യുന്നു. എല്ലാ ദേവന്മാരും അവരവരുടെ ആയുധങ്ങൾ അവൾക്ക് സമർപ്പിച്ചു. ശിവൻ ശിവന്റെ ത്രിശൂലം നൽകി, വിഷ്ണു സുദർശന ചക്രം നൽകി, അഗ്നി തീ നൽകി. സർവ്വ ആയുധങ്ങളും നേടിയ ശേഷം ദുർഗാദേവി ഉച്ചത്തിൽ അട്ടഹസിച്ചു. ദേവതകൾ അവളെ സ്തുതിക്കുന്നു. തുടർന്നവൾ തൻ്റെ വാഹനമായ സിംഹത്തിൻ്റെ പുറത്തു കയറി വിന്ധ്യപർവ്വതത്തിലേക്ക് കുതിച്ചു. വിന്ധ്യപർവ്വതത്തെ അഗസ്ത്യമുനി നേരത്തെ ശപിച്ചിരുന്നു. അതിൻ്റെ ഫലമായി പർവ്വതത്തിൻ്റെ വലിപ്പം ഒരു കുന്നോളമായി കുറഞ്ഞിരുന്നു. ഈ ശാപത്തിന് പിന്നിൽ ഒരു കഥയുമുണ്ട്. പുരാതന കാലത്ത് വിന്ധ്യപർവ്വതം വളരെ ഉയരമുള്ളതായിരുന്നു. അതിനാൽ തന്നെ സൂര്യന് അതിൻ്റെ ചലനം നടത്താൻ ബുദ്ധിമുട്ടായി തീർന്നു. സൂര്യൻ അഗസ്ത്യമുനിയുടെ അടുക്കൽ പോയി വിന്ധ്യപർവ്വതത്തിൻ്റെ വലിപ്പം കുറയ്ക്കുവാൻ അഭ്യർത്ഥിച്ചു. അഗസ്ത്യമുനി വിന്ധ്യപർവ്വതത്തെ സമീപിച്ച് പറഞ്ഞു, ഞാനൊരു തീർത്ഥാടന യാത്രയ്ക്ക് പോവുകയാണ്. എന്നാൽ നീ എൻ്റെ വഴി മുടക്കിയായി നിലകൊള്ളുന്നു. ഞാനൊരു വൃദ്ധനായതിനാൽ നിന്റെ കുത്തനെയുള്ള ചരിവുകളിലൂടെ എനിക്ക് കയറാൻ കഴിയില്ല. ഞാൻ എൻ്റെ തീർത്ഥാടനം കഴിഞ്ഞു വരുന്നതുവരെ നിന്റെ വലിപ്പം കുറയ്ക്കുകയും അതേ നില തുടരുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അല്ലാത്തപക്ഷം നീ എൻ്റെ കോപം നേരിടേണ്ടി വരും. വിന്ധ്യപർവ്വതം അദ്ദേഹത്തിൻ്റെ അപേക്ഷ സ്വീകരിച്ച് ഒരു കുന്നായി മാറി. അനന്തരം അഗസ്ത്യമുനി തെക്കോട്ട് തീർത്ഥാടനം നടത്തി. എന്നാൽ വാഗ്ദാനം ചെയ്തതുപോലെ തിരിച്ചെത്തിയില്ല. അദ്ദേഹം മനോഹരമായൊരു ആശ്രമം നിർമ്മിച്ച് വിദർഭ രാജാവിൻ്റെ മകളായ ലോപമുദ്രയോട് അവിടെ താമസിക്കുവാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ആശ്രമത്തിലേക്ക് മടങ്ങി. അഗസ്ത്യമുനിയുടെ വരവിനായി വിന്ധ്യപർവ്വതം തൽസ്ഥിതി തുടർന്നു. അങ്ങനെയാണ് അദ്ദേഹം സൂര്യൻ്റെ പ്രശ്നം പരിഹരിച്ചത്. ആക്രമണം അഴിച്ചുവിടാൻ ദുർഗാദേവി തിരഞ്ഞെടുത്തത് ഈ പർവ്വതം തന്നെയാണ്. എല്ലാ ദേവതകളും സിദ്ധന്മാരും നാഗങ്ങളും അപ്സരസുകളും അവരോടൊപ്പമുണ്ടായിരുന്നു. പ്രിയരെ, വാമനപുരാണത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്തിൽ ചന്ദൻ, മുണ്ടൻ എന്നീ 2 രാക്ഷസന്മാരെക്കുറിച്ചാണ് പറയുന്നത്. ഒരിക്കൽ അസുര സഹോദരങ്ങളായ ചണ്ഡനും മുണ്ടനും വിന്ധ്യപർവ്വതത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ദേവിയെ കണ്ടു. ദേവിയുടെ ദിവ്യ സൗന്ദര്യത്തിൽ ഈ 2 അസുരന്മാരും സ്തബ്ധരായി. ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെ അവർ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അവർ മഹിഷാസുരന്റെ അടുത്തു ചെന്ന് അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് വിവരിച്ചു. വിഭാൽ നേത്രൻ, വിഷാങ്കൻ, വായകളൻ, അഘ്രായുധൻ, ചിക്ഷുരൻ, രക്തബീജൻ തുടങ്ങിയ വീരസൈന്യാധിപന്മാരടങ്ങുന്ന ഒരു വലിയ സൈന്യവുമായി മഹിഷാസുരൻ പുറപ്പെട്ടു. വിന്ധ്യപർവ്വതത്തിൻ്റെ താഴ്വരയിൽ സൈന്യം ഒത്തുകൂടി. അവിടെ വെച്ച് മഹിഷാസുരൻ ഏതു വിധേനയും ദുന്ദുബിയോട് ദുർഗാദേവിയെ കൊണ്ടുവരുവാൻ നിർദ്ദേശിച്ചു. ദുന്ദുബി ദുർഗാദേവിയുടെ അടുത്തെത്തി മഹിഷാസുരന്റെ ശക്തിയെയും മഹോന്നതയെയും കുറിച്ച് വീമ്പിളക്കി പറഞ്ഞു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഓടിപ്പോയ എല്ലാ ദേവന്മാരെയും മഹിഷാസുരനാണ് പരാജയപ്പെടുത്തിയത്. അദ്ദേഹം 3 ലോകത്തിൻ്റെയും അധിപനാണ്, അജയനാണ്. പക്ഷേ വിജയിയും ശക്തനുമായ രാജാവ് നിങ്ങളുടെ സൗന്ദര്യത്തിന് മുൻപിൽ അടിമപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തെ വിവാഹം കഴിക്കുവാനുള്ള ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. മഹിഷാസുരന്റെ വീരകൃത്യങ്ങളെക്കുറിച്ച് ഞാൻ ബോധവതിയാണ്. ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ തയ്യാറുമാണ്. പക്ഷേ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് എന്തെന്നാൽ ഞങ്ങളുടെ വംശത്തിൽ ഒരു പാരമ്പര്യമുണ്ട്. അതനുസരിച്ച് വിവാഹാഭിലാഷമുള്ള പുരുഷൻ വിവാഹം കഴിക്കുന്നതിന് മുൻപ് പകരം ഒരു ശുൽക്ക്, അതായത് നികുതി നൽകേണ്ടതുണ്ട്. മഹിഷാസുരന് അവളുടെ ആവശ്യം നിറവേറ്റാൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് കരുതി ദുന്ദുബി സന്തോഷിച്ചു. നിങ്ങൾക്ക് വേണ്ടി മഹിഷാസുരൻ തൻ്റെ ജീവൻ പോലും നൽകും. അത് കേട്ട് ദുർഗാദേവി ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ രാക്ഷസ, നമ്മുടെ വംശപാരമ്പര്യമനുസരിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണമെങ്കിൽ അതേ പെണ്ണിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അതിന് കഴിയൂ. അത് കേട്ട ദുന്ദുബി മഹിഷാസുരന്റെ അടുത്തേക്ക് പോയി സംഭവിച്ചതെല്ലാം വിവരിച്ചു. മഹിഷാസുരൻ ചിക്ഷൂരനോട് പോയി ദുർഗാദേവിയെ അടിമയാക്കിയ ശേഷം കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. ചിക്ഷൂരൻ ഒരു വലിയ സൈന്യവുമായി മുന്നോട്ട് നീങ്ങി. ദുർഗാദേവിയുടെ ദിശയിലേക്ക് അവർ വരുന്നത് കണ്ടപ്പോൾ സ്വയം സംരക്ഷണാർത്ഥം ഒരു കവചം സൃഷ്ടിക്കാൻ ദുർഗയോട് ബ്രഹ്മാവ് നിർദ്ദേശിച്ചു. എന്നാൽ ദേവി അത് നിരസിക്കുന്നു. ഒരു രാക്ഷസനും എൻ്റെ മുൻപിൽ യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ എല്ലാ ദേവന്മാരും ചേർന്ന് അവളുടെ സുരക്ഷയ്ക്കായി വിഷ്ണു പഞ്ചര സ്തോത്രം ജപിച്ചു. ആ സ്തോത്രത്താൽ സംരക്ഷിക്കപ്പെട്ട അവൾ നിരവധി അസുരന്മാരെ കൊല്ലുന്നതിൽ വിജയിച്ചു. സ്വന്തം സൈന്യത്തിൻ്റെ തകർച്ച കണ്ട മഹിഷാസുരൻ തന്നെ അവളോട് യുദ്ധം ചെയ്യാൻ നേരിട്ടെത്തി.
പ്രിയരെ, വാമനപുരാണം 6-ാം അധ്യായത്തിലെ 3-ാം ഭാഗത്തിൽ മഹിഷാസുര വധത്തെക്കുറിച്ച് വിവരിക്കുന്നു. നാരദൻ പുലസ്ത്യ മുനിയോട് ചോദിച്ചു, ദുർഗാദേവി എങ്ങനെയാണ് മഹിഷാസുരനെ വധിച്ചത്? പുലസ്ത്യൻ മറുപടി പറഞ്ഞു, ചിക്ഷൂരൻ കൊല്ലപ്പെട്ടതിന് ശേഷം മഹിഷാസുരൻ നാമരെ ദുർഗാദേവിയുമായി യുദ്ധം ചെയ്യാൻ അയച്ചു. നാമരും വലിയൊരു സൈനിക സന്നാഹത്തോടെ വിന്ധ്യാപർവ്വതത്തിലേക്ക് പോയി. അവിടെ എത്തിയ ശേഷം അയാൾ വിന്ധ്യാപർവ്വതത്തിലേക്ക് ഒരു കൂട്ടം അമ്പുകൾ എയ്തു. തൽഫലമായി മുഴുവൻ പർവ്വതവും എണ്ണമറ്റ അമ്പുകളാൽ മൂടപ്പെട്ടു. നാമരുടെ ധിക്കാരപരമായ ഈ പ്രവൃത്തി ദുർഗാദേവിയെ അത്യധികം കോപാകുലയാക്കി. അവൾ ശത്രുക്കളെ അതിദാരുണമായി ആക്രമിച്ചു. അവൾ വാളുകൊണ്ട് ചില അസുരന്മാരെയും ഗദ കൊണ്ട് മറ്റു ചില അസുരന്മാരെയും കൊന്നു. പലരെയും അസ്ത്രങ്ങളാൽ കൊന്നൊടുക്കി. അവളുടെ വാഹനമായ സിംഹം പോലും നിരവധി അസുരന്മാരെ കാലപുരിക്കയച്ചു. ആ ആക്രമണത്തിൻ്റെ ക്രൂരതയിൽ അസുരന്മാർ പൂർണ്ണമായും വിഹുലരായിക്കൊണ്ട് യുദ്ധക്കളത്തിൽ നിന്നും വിരണ്ടോടി. തൻ്റെ മുഴുവൻ സൈന്യവും യുദ്ധക്കളത്തിൽ നിന്നും ഓടിപ്പോകുന്നത് കണ്ടിട്ടും നാമർ ഒരു ആനയുടെ പുറത്തു കയറി മുന്നോട്ട് വന്നുകൊണ്ട് ദേവിയെ നേരിടാൻ തയ്യാറായി. അവൻ തൻ്റെ വിനാശകര ആയുധമായ ശക്തി അവൾക്ക് നേരെ എറിഞ്ഞു. അതേസമയം ദുർഗയുടെ വാഹനമായ സിംഹത്തെയും ആക്രമിച്ചുകൊണ്ട് നിരവധി അമ്പുകൾ എയ്തു. എന്നാൽ ദുർഗാദേവി അവയെല്ലാം നശിപ്പിക്കുന്നു. അതിനിടെ ആന സിംഹത്തെ തുമ്പിക്കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചു. എന്നാൽ ദേവിയുടെ വാഹനം എങ്ങനെയോ ആ കെണിയിൽ നിന്നും മോചിതനായി നാമറെ ആക്രമിച്ചു. നാമർ ആനപ്പുറത്തു നിന്ന് വീണ് മരിച്ചു. നാമറിന്റെ മരണശേഷം ദേവിയുമായി യുദ്ധം ചെയ്യാൻ ചിക്ഷുരനെത്തി. അവന്റെ കൈകാലുകൾ അവൾ വെട്ടിമാറ്റി. അംഗമംഗം നേരിട്ട ശേഷം അവന്റെ തലയും വെട്ടിമാറ്റപ്പെട്ടു. ചിക്ഷുരന്റെ മരണവാർത്ത കാട്ടുതീ പോലെ പടർന്നു. മഹിഷാസുരന്റെ സൈന്യത്തിലെ നിരവധി വീരസൈന്യാധിപന്മാർ അവളുമായി പടവെട്ടുവാൻ എത്തിയെങ്കിലും എല്ലാവരും പരാജയപ്പെട്ടു. ഒടുവിൽ പോത്തിന്റെ വേഷത്തിൽ മഹിഷാസുരൻ ദുർഗാദേവിയോട് യുദ്ധം ചെയ്യാൻ മുന്നോട്ട് വന്നു. ആ സന്ദർഭത്തിൽ ദുർഗാദേവി തന്റെ ഡമരു വായിച്ചു വീണ മീട്ടി. ഇത് നിരവധി പ്രേതങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായി. മഹിഷാസുരൻ അവൻ തന്റെ കൊമ്പുകളും 4 കാലുകളും ഉപയോഗിച്ച് പ്രേതങ്ങളെ ആക്രമിച്ചു. വാലുകൊണ്ട് ശക്തമായി അടിച്ചു. തുടർന്നവൻ ദുർഗയുടെ വാഹനത്തെ ആക്രമിക്കുന്നു. സിംഹത്തിന്റെ അക്രമാസക്തമായ ചലനങ്ങൾ ഭൂമിയെയും പർവ്വതത്തെയും പോലും ഉലച്ചു. ദുർഗാദേവി ഒരു കുരുക്കിന്റെ സഹായത്തോടെ അവന്റെ കഴുത്തിൽ പിടിമുറുക്കി. അടുത്ത നിമിഷം മഹിഷാസുരൻ തന്റെ രൂപം ആനയിലേക്ക് പരിവർത്തനം ചെയ്തു. അപ്പോൾ ദുർഗാദേവി അതിന്റെ തുമ്പിക്കൈ മുറിച്ചു. ഉടനെ അവൻ പോത്തിന്റെ വേഷത്തിലേക്ക് മാറി. അതിനു നേരെ ദുർഗാദേവി വിവിധ ആയുധങ്ങൾ അഴിച്ചുവിട്ടു. പക്ഷേ അസുരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്നു. പെട്ടെന്ന് ദുർഗാദേവി തന്റെ വാഹനമായ സിംഹത്തിൽ നിന്ന് താഴേക്ക് ചാടി ഒരു പോത്തിന്റെ വേഷത്തിലായിരുന്ന മഹിഷാസുരന്റെ പുറത്തു കയറി. മഹിഷാസുരൻ ശക്തമായി ചാടാൻ തുടങ്ങി. ദുർഗാദേവി മഹിഷാസുരന്റെ മുതുകിൽ ശക്തമായി അമർത്തി ശ്വാസം മുട്ടിച്ചു. തുടർന്നവൾ മഹിഷാസുരന്റെ തല വെട്ടിക്കളഞ്ഞു. അവന്റെ മരണവാർത്ത സൈന്യത്തിൽ ഭയം വിതച്ചു. അസുരന്മാർ യുദ്ധക്കളത്തിൽ നിന്നും പാതാളത്തിലേക്ക് ഓടിയൊളിക്കുന്നു. മഹിഷാസുരന്റെ മരണത്തിൽ ദേവന്മാർ സന്തുഷ്ടരായിക്കൊണ്ട് ദുർഗാദേവിയെ സ്തുതിച്ചു. അതിൽ ദേവതയും സന്തുഷ്ടയാകുന്നു. അവരുടെ ക്ഷേമത്തിനായി പുനർജന്മം സ്വീകരിക്കാമെന്ന് ദേവന്മാർക്ക് ഉറപ്പു നൽകിയ ശേഷം അവർ അവിടെ നിന്നും അപ്രത്യക്ഷയായി. പ്രിയരെ, വാമനപുരാണത്തിന്റെ 6-ാം അധ്യായത്തിലെ 4-ാം ഭാഗത്തിൽ ദുർഗാദേവിയുടെ പുനർജന്മത്തെക്കുറിച്ചാണ് വിഭാവനം ചെയ്യുന്നത്. ദുർഗാദേവിയുടെ പുനർജന്മത്തിനുള്ള കാരണങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് പുലസ്ത്യ മഹർഷി പറയുന്നു, ഉമയുടെ അതായത് പാർവതിയുടെ ശരീരത്തിലെ കോശത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടതിനാൽ ദുർഗയെ കോശികി എന്നും വിളിക്കുന്നു. പ്രത്യക്ഷീകരണത്തിന് ശേഷം ശുംഭൻ നിശുംഭൻ എന്നീ 2 അസുരന്മാരെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ അവൾ വിന്ധ്യപർവ്വതത്തിലേക്ക് പോയി. നിരവധി ഭൂതഗണങ്ങൾ അതായത് ആത്മാക്കൾ അവളോടൊപ്പം ഉണ്ടായിരുന്നു. സതിയുടെ മരണാനന്തരം രുദ്രൻ തപസ്സിൽ ഏർപ്പെടുകയും ബ്രഹ്മചാരിയായി മാറുകയും ചെയ്തു. ദേവന്മാരുടെ സൈന്യത്തെ നയിക്കുവാനുള്ള ഉത്തരവാദിത്വം പോലും അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നു. ദേവന്മാരുടെ സൈന്യാധിപതിയെ നഷ്ടപ്പെട്ടതായി മഹിഷാസുരൻ അറിഞ്ഞപ്പോൾ ദേവന്മാരെ ആക്രമിച്ചു. അതിന്റെ ഫലമായി ദേവന്മാർ പരാജയപ്പെടുന്നു. അന്ന് ദേവന്മാർ ശ്വേതദ്വീപിൽ താമസിച്ചിരുന്ന ഭഗവാൻ വിഷ്ണുവിന്റെ അടുക്കിലേക്ക് അഭയം തേടിപ്പോയി. അവർ അവിടെ എത്തിയപ്പോൾ തങ്ങളുടെ പരാജയഭാരം നേരത്തെ വിഷ്ണു അറിഞ്ഞതറിഞ്ഞവർ അത്ഭുതപ്പെട്ടു. ഭഗവാൻ വിഷ്ണു അവരെ ഉപദേശിച്ചു, നിങ്ങൾ എല്ലാവരും അഗ്നീശ്വരത്തിലെ മേന മാനസപുത്രിയുടെ അടുത്തേക്ക് പോയി അവളോട് ഹിമവാനെ വിവാഹം കഴിക്കാൻ സമ്മതം ചോദിക്കണം. അപ്പോൾ അതേ മേന ഒരു സുന്ദരിയായ പെൺകുട്ടിയെ പ്രസവിക്കും. അവൾ യഥാർത്ഥത്തിൽ സതിയുടെ പുനർജന്മമായിരിക്കും. നിങ്ങളെല്ലാവരും കുരുക്ഷേത്രത്തിൽ പോയി അമാവാസി രാത്രിയിൽ അവളെ സ്തുതിക്കണം. അപ്പോൾ കുരുക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അറിയാൻ ദേവന്മാർക്ക് ജിജ്ഞാസ തോന്നി. ഭഗവാൻ വിഷ്ണു അവരോട് പറഞ്ഞു, സത്യയുഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സോമന്റെ പിൻഗാമിയായി ഋക്ഷൻ എന്നൊരു ശക്തനായ രാജാവുണ്ടായി. സംവരൻ ഈ ഋക്ഷന്റെ മകനാണ്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പിതാവിൻ്റെ പിൻഗാമിയായി. സംവരൻ എൻ്റെ വലിയ ഭക്തനായിരുന്നു. വരുണന്റെ മകനായ വസിഷ്ഠൻ അദ്ദേഹത്തിൻ്റെ മുഖ്യ പുരോഹിതനാണ്. അവൻ എല്ലാ വേദങ്ങളും പഠിച്ചിരുന്നു.
ഒരു ദിവസം സംവരൻ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ വസിഷ്ഠനെ ഏൽപ്പിച്ച ശേഷം വേട്ടയാടാൻ കാട്ടിലേക്ക് പോയി. കാട്ടിലെത്തിയ ശേഷം ഒരു വേട്ട മൃഗത്തെ തേടി അലയുവാൻ തുടങ്ങി. നിരവധി താമരപ്പൂക്കൾ നിറഞ്ഞ മനോഹരമായ ഒരു തടാകം അവൻ കണ്ടു. അതിൽ നിരവധി അപ്സരസുകളും മറ്റു ദിവ്യസുന്ദരികളും പാട്ടുപാടിയും നൃത്തം ചെയ്തും ആസ്വദിക്കുന്നതും കണ്ടു. ആ അപ്സരസുകളിൽ ഒരാളായ തപ്തിയുടെ ദിവ്യ സൗന്ദര്യത്തിൽ സംവരൻ ആകൃഷ്ടനായി. യാദൃശ്ചികമായി സംവരൻ തന്നെ തുറിച്ചു നോക്കുന്നത് തപ്തിയും കണ്ടു. സംവരന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായിക്കൊണ്ടവൾ മോഹാലസ്യപ്പെട്ടു. അവളെ അവളുടെ കൂട്ടാളികൾ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. തലസ്ഥാനത്ത് മടങ്ങിയെത്തിയപ്പോൾ സംവരന്റെ പെരുമാറ്റത്തിലെ വൈരുദ്ധ്യങ്ങൾ കണ്ട വസിഷ്ഠൻ അത്ഭുതപ്പെടുന്നു. അവന്റെ മനസ്സ് ഏതോ കാര്യത്തിൽ മുഴുകിയിരിക്കുകയാണെന്ന് തോന്നി. യോഗശക്തിയാൽ വസിഷ്ഠൻ സംഭവങ്ങൾ തിരിച്ചറിഞ്ഞു. തപ്തിയുടെ പിതാവായ സൂര്യദേവന്റെ സഹായം തേടാൻ അദ്ദേഹം തീരുമാനിച്ചു. വസിഷ്ഠൻ സൂര്യന്റെ അടുത്തേക്ക് പോയി തപ്തിയെ സംവരന് വിവാഹം കഴിച്ചു നൽകുവാൻ അഭ്യർത്ഥിച്ചു. തൻ്റെ ആദരണീയനായ അതിഥിയിൽ മനസ്താപം ഉണ്ടാക്കുവാൻ സൂര്യൻ ആഗ്രഹിച്ചില്ല. അതിനാൽ അദ്ദേഹം വഴങ്ങിയതിന് പ്രകാരം വസിഷ്ഠൻ തപ്തിയോടൊപ്പം സ്വന്തം ആശ്രമത്തിലേക്ക് മടങ്ങുകയും വൈകാതെ തപ്തിയും സംവരനും വിവാഹിതരാവുകയും ചെയ്തു. പ്രിയരെ, വാമന പുരാണത്തിൻ്റെ 7-ാം അധ്യായത്തിൽ കുരുരാജാവിൻ്റെയും കുരുക്ഷേത്രത്തിൻ്റെയും കഥകളാണുള്ളത്. കാലക്രമേണ തപ്തി ഒരു പുത്രനെ പ്രസവിച്ചു. ആ കുഞ്ഞിന് രാജകീയതയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. വളർന്നതിനു ശേഷം വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ 4 വേദങ്ങളും മറ്റ് ഗ്രന്ഥങ്ങളും അവൻ പഠിച്ചു. 24 വയസ്സുള്ളപ്പോൾ തന്നെ ഒരു പണ്ഡിതനായി. വിവാഹപ്രായമായപ്പോൾ സുധാമന്റെ മകളായ സൗദാമിനിയെ വിവാഹം കഴിച്ചു. പിന്നീട് പിതാവായ സംവരൻ അവനെ പിൻഗാമിയായി നിയമിക്കുന്നു. രാജാവായതിനു ശേഷം കുരു തൻ്റെ പ്രജകളെ നീതിപൂർവം ഭരിച്ചു. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ തൻ്റെ ഏകദാനമായ ജീവിതം അദ്ദേഹത്തിന് മടുത്തു. അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ച രാജാക്കന്മാർക്ക് മാത്രമേ അമർത്യരാകാൻ കഴിയൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആളുകൾ തന്നെ ഒരിക്കലും വിസ്മരിക്കാത്ത എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. തൻ്റെ പേര് അനശ്വരമാക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം സാമന്ത പഞ്ചകി എന്ന ഏറ്റവും പവിത്രമായ സ്ഥലത്തേക്ക് പോയി. തപം, സത്യം, ക്ഷമ, ദയ, ശൗചം, ദാനം, യുഗം, ബ്രഹ്മചര്യം എന്നീ 8 ഗുണങ്ങളെ അതിൻ്റെ തരിശുഭൂമിയിൽ വളർത്താൻ തീരുമാനിച്ചു. ശങ്കരന്റെ നന്ദി എന്ന കാളയും യമരാജന്റെ പൗണ്ഡ്രകൻ എന്ന പോത്തും വലിക്കുന്ന ഒരു സ്വർണ്ണ കലപ്പ ഉപയോഗിച്ച് അദ്ദേഹം നിലം ഉഴുതുമറിക്കാൻ തുടങ്ങി. വയൽ ഉഴുതുമറിക്കുന്ന തിരക്കിലായിരിക്കെ ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി എന്താണ് കൃഷി ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് സംശയത്തോടെ ചോദിച്ചു. കുരുരാജാവ് തന്റെ ഉദ്ദേശം വെളിപ്പെടുത്തിയപ്പോൾ ഇന്ദ്രൻ അദ്ദേഹത്തെ കളിയാക്കി തിരികെ പോയി. എന്നാൽ അതിൽ കുരു വിഷമിച്ചില്ല. കൃഷി തുടർന്നു. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നേരത്തെ തന്നെ ഭൂമിയിൽ സപ്തകോശ കൃഷി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഒരു ദിവസം ഭഗവാൻ വിഷ്ണു എത്തി ഇന്ദ്രൻ ചോദിച്ച അതേ ചോദ്യം ചോദിച്ചു. കുരു തൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തിയപ്പോൾ ഭഗവാൻ വിഷ്ണു അത്ഭുതപ്പെടുകയും ഇവ വളർത്താൻ വേണ്ട വിത്തുകൾ എവിടെ നിന്ന് ലഭിക്കുമെന്ന് ആശ്ചര്യപ്പെടുകയും ചെയ്തു. ഈ 8 ഗുണങ്ങളും എൻ്റെ ശരീരത്തിലുണ്ടെന്നും ഇവ നട്ടു വളർത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് കാര്യമല്ലെന്നും കുരു അദ്ദേഹത്തോട് പറഞ്ഞു. ഭഗവാൻ വിഷ്ണു അവൻ്റെ പ്രതിബദ്ധതയും ആത്മാർത്ഥതയും പരീക്ഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ആ വിത്തുകൾ തരൂ. താങ്കൾ ഉഴുതുമറിക്കുമ്പോൾ ഞാൻ വിത്ത് വിതയ്ക്കും. കുരു തൻ്റെ വലത് കൈ നീട്ടിയെങ്കിലും ഭഗവാൻ വിഷ്ണു സുദർശന ചക്രം ഉപയോഗിച്ച് അതിനെ ആയിരക്കണക്കിന് കഷ്ണങ്ങളായി മുറിച്ചു. എല്ലാ കഷ്ണങ്ങളും ദേവന്മാർക്കിടയിൽ വിതരണം ചെയ്തു. എന്നാൽ കുരു നിരാശനാവാതെ തൻ്റെ ഇടത് കൈ ഭഗവാന് നേരെ നീട്ടി. പക്ഷേ ഇടത് കൈയിൻ്റെ വിധിയും മറ്റൊന്നായിരുന്നില്ല. ഇങ്ങനെ ഏറ്റവും ഉദാരമതിയും ദയാലുവുമായ രാജാവായ കുരു തൻ്റെ എല്ലാ അവയവങ്ങളും ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിച്ചു. ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും മുറിച്ചു മാറ്റി. ഒടുവിൽ മറ്റൊന്നും നൽകാൻ ഇല്ലാത്തതിനാൽ കുരു തൻ്റെ തല സമർപ്പിച്ചു. കുരുവിൻ്റെ ഔദാര്യത്തിൽ സന്തുഷ്ടനായ ഭഗവാൻ വിഷ്ണു എന്തെങ്കിലും വരം ചോദിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. കുരുവിൻ്റെ ആവശ്യം ഇതായിരുന്നു: ഞാൻ കൃഷി ചെയ്ത പ്രദേശം മുഴുവൻ ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമായി പ്രസിദ്ധമായിരിക്കണം. ഈ പുണ്യ തീർത്ഥാടന സ്ഥലം സന്ദർശിക്കുകയോ ഇവിടെ വെച്ച് മരിക്കുകയോ ചെയ്യുന്ന എല്ലാ ഭക്തർക്കും മോക്ഷം ലഭിക്കണം. എൻ്റെ സ്ഥലം എൻ്റെ പേരിൽ അറിയപ്പെടണം. അങ്ങനെയാണ് ഏറ്റവും പവിത്രമായ തീർത്ഥാടന കേന്ദ്രമായി കുരുക്ഷേത്രം നിലവിൽ വന്നത്. വാമന പുരാണത്തിൻ്റെ 2-ാം ഭാഗം ഇവിടെ നിർത്തുന്നു. 3-ാം ഭാഗത്തിൽ അസുര രാജാവായ ബലിയെക്കുറിച്ചും സരസ്വതി നദിയെക്കുറിച്ചും തുടർന്ന് പുണ്യ തീർത്ഥാടന സ്ഥലങ്ങളെക്കുറിച്ചും വിവരിക്കാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ.